In the first paragraph, inferences means. ഒന്ന് തിരിച്ചു പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾ ആ പാസേജിലോട്ടൊന്ന് തിരിച്ചു പോയെന്നുള്ള വായിച്ചു നോക്കാം. ഞാൻ ആൾറെഡി പറഞ്ഞു ഇൻഫറൻസസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഗ്രാഫല്ല, ആർട്ടിക്കിളല്ല, സർക്കംഫറൻസസും അല്ല, കൺക്ലൂഷൻസ് ആണ്. നമുക്ക് ഇന്നത്തെ ലോകത്തിലേക്ക് കറണ്ട് സിറ്റുവേഷൻ്റെ കൺക്ലൂഷനിൽ എത്തിച്ചേരാമെന്നാണ് പറഞ്ഞത്. ഇൻഫറൻസസ് ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കട്ടിയുള്ള പാസേജ് അല്ല. ഞാനീ പറയുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന LP-UPയുടെ ഒരു പരീക്ഷ നടന്നിരുന്നല്ലോ, അതിനകത്ത് ചോദിച്ചതും വളരെ സിമ്പിളായിരുന്നു. വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്ത് നോക്കാം. ഞാൻ ആ ക്വസ്റ്റ്യൻ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. LP-UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്തു പഠിക്കേണ്ടതാണ്. ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം നിരന്തരം നമ്മൾ ചെയ്തു പഠിക്കുന്ന ഒരു ഭാഗമാണ്. എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഒരു അൺഫെമിലിയർ ആയിട്ടുള്ളൊരു പാസേജ് നമ്മൾ പഠിച്ചതാവാം, നമ്മൾ വായിച്ച ഏതെങ്കിലും പുസ്തകത്തിലേ ആവാം, ഒരു ഇംഗ്ലീഷ് പാസേജ് കൊടുക്കും. ആ പാസേജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ചെയ്തു പഠിച്ച കോംപ്രിഹെൻഷനിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസിൽ ഏതാണ് ശരി ഉത്തരം, അത് പാസേജ് നോക്കി കണ്ടുപിടിക്കാം, ഓപ്ഷൻ നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. പാസേജ് നല്ലപോലെ വായിക്കുക എന്നുള്ളതാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് സ്കില്ലാണ് അവിടെ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യപ്പെടുന്നത്. 2, 3, 4 തവണ മനസ്സിലാവുന്നത് വരെ ആ പാസേജ് വായിക്കുക. ഇവിടെ ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ വേർഡുകളും മനസ്സിലാവണമെന്നില്ല. കണ്ടക്സ്റ്റൽ മീനിങ് വെച്ച് പലപ്പോഴും ആൻറ്റോണിംസ്, സിനോണിംസ്, വൺ വേർഡ്, ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒരു 3, 4 ചോദ്യത്തിനപ്പുറത്ത് ചോദിക്കത്തുമില്ല. കാരണം ഇംഗ്ലീഷ് 10 മാർക്കിനകത്ത് വരുന്നതാണ് ഈ കോംപ്രിഹെൻഷൻ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് 2, 3 അതിനപ്പുറത്ത് ചോദിക്കാനും സാധ്യതയില്ല. കോംപ്രിഹെൻഷൻ ചെയ്തു പഠിക്കേണ്ടതാണ്. ഒരു 10 പാസേജ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടി 2 പാസേജുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഈ പാസേജ് വായിച്ചെടുക്കുക എന്ന് പറയുന്നൊരു കടമ്പയാണ്. ഇവിടെ എൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എൻ്റെ അർത്ഥം മനസ്സിലാക്കാം. പക്ഷേ എല്ലായിടത്തും അങ്ങനെയില്ല. നിങ്ങൾ തന്നെ പാസേജ് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. പിന്നെ എല്ലാം മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു ടീച്ചർ യോഗ്യതയുള്ള ഒരാളാണെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻസീവ് സ്കിൽ എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. ഒരാളൊരു പാസേജ് വായിച്ചാൽ 2 തവണ വായിച്ചാലും എല്ലാവർക്കും അതിനകത്ത് എല്ലാ ഐഡിയാസും മനസ്സിലാവണമെന്നില്ല. അത് ഓരോരുത്തരുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി സ്കില്ല് പോലെ ഇരിക്കും. പക്ഷേ ഇവിടെ പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ് എന്ന് പറയും. എത്രമാത്രം ഇത് ചെയ്തു പഠിക്കുന്നോ അത്രമാത്രം ഇതിലേക്ക് എത്താൻ സഹായിക്കും. പിന്നെ ഓപ്ഷൻ ഉള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഞാൻ നേരിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നു, കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒന്നാമത്തെ പാസേജ് നമുക്കൊന്ന് വായിക്കാം. പാസേജ് വായിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി പ്രൊവൈഡ്സ് മെനി ബെനിഫിറ്റ്സ്. ചരിത്രം പഠിക്കുന്നത് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഞാൻ മലയാളത്തിൽ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം, നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നുള്ളത്. ഫസ്റ്റ് വി ലേൺ ഫ്രം ദ പാസ്റ്റ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പാസ്റ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വി മേ റിപ്പീറ്റ് മിസ്റ്റേക്സ്. പലപ്പോഴും നമ്മൾ തെറ്റുകൾ ആവർത്തിക്കാറുണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് വി ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു അവോയ്ഡ് ദം. പാസ്റ്റ് ഹിസ്റ്ററി പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പിന്നെ ചരിത്രം പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവർത്തിക്കുന്ന തെറ്റുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സെക്കൻഡ്, ഹിസ്റ്ററി ടീച്ചസ് അസ് വാട്ട് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് അബൌട്ട് ദ മെമ്മറൈസേഷൻ ഓഫ് നെയിംസ്, ഡേറ്റ്സ് ആൻഡ് പ്ലേസസ്. അപ്പം ചരിത്രം പഠിക്കുന്നതിൻ്റെ വേറൊരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെയിംസ്, ഡേറ്റ്സ്, പ്ലേസസ് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കുമെന്ന് മനസ്സിലാവും. പിന്നെ ഇറ്റ് ഈസ് ദ തോട്ട്ഫുൾ എക്സാമിനേഷൻ ഓഫ് ദ ഫോഴ്സസ് ദാറ്റ് ഹാവ് ഷേപ്ഡ് ദ കോഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരാശിയെ എങ്ങനെ വാർത്തെടുത്തു, മനുഷ്യരാശി ഇന്നത്തെ നിലയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ് ചരിത്രം. പിന്നീട് എന്താണ് പറയുന്നത്, വി ക്യാൻ എക്സാമിൻ ഈവൻറ്റ്സ് ഫ്രം ദ പാസ്റ്റ്. പാസ്റ്റിലെ സംഭവങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആൻഡ് ദെൻ ഡ്രോ ഇൻഫറൻസസ്. നമുക്ക് കൺക്ലൂഷനിലെത്താം. ഇൻഫറൻസസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൺക്ലൂഷൻ എന്നാണ്. എബൌട്ട് ദ കറൻറ്റ് ഈവൻറ്റ്സ്, ഇന്നത്തെ നിലവാരത്തിലേക്ക് നമുക്കത് എങ്ങനെ എത്തി എന്നുള്ളൊരു കൺക്ലൂഷനിലെത്താം. ഹിസ്റ്ററി ടീച്ചസ് അസ് എബൌട്ട് ലൈക്ലി ഔട്ട്കംസ്. ഒരു പാരഗ്രാഫ് കൂടെ കാണും. ഒറ്റ പാരഗ്രാഫായിട്ട് ഒരിക്കലും അവസാനിപ്പിക്കില്ല. 2 പാരഗ്രാഫ് മിനിമം കാണും. 2-ൽ കൂടുതൽ പാരഗ്രാഫ് ചോദിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. അനദർ ബെനിഫിറ്റ് ഓഫ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഇസ് ദ ബ്രോഡ് റേഞ്ച് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് വിച്ച് ഈസ് കവേർഡ്. വാർ ആൻഡ് പീസ് ആർ സർട്ടൻലി കവേർഡ് ആസ് ആർ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അഫയേഴ്സ്. ഇവിടെ നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ വാറിൻ്റെ ചരിത്രം അല്ലെങ്കിൽ പീസിൻ്റെ ചരിത്രം അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. യുദ്ധവും സമാധാനവും അതിനെക്കുറിച്ച് പഠിക്കാം. ഹവർ മാറ്റേഴ്സ് ഓഫ് കൾച്ചർ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ചരിത്രം അതെന്തൊക്കെയാണ്, ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. ഇപ്പം മലയാള സിനിമ നമ്മളെടുത്ത് പരിശോധിച്ചാൽ, മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ചരിത്രം കൂടിയാണ്. പണ്ടത്തെ കാലത്തുള്ള സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളാണോ ഇന്നത്തെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ആ സിനിമയിൽ കാണിക്കുന്ന പിക്ചർ, വിഷ്വലൈസേഷൻ ഇതെല്ലാം മാറി. ഇപ്പോൾ സിറ്റി ലൈഫ് അതിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആർട്ടും ലിറ്ററേച്ചറും മ്യൂസിക്കും അടങ്ങുന്ന ഒരു കൾച്ചർ. ഹ്യൂമൻ നേച്ചർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഹിസ്റ്ററി.
Emotions like passion, greed and insecurity have influenced the shaping of world affairs. Anyone who thinks that the study of history is boring has not really studied history. അതായത് ചരിത്രം പഠിക്കുന്നത് ബോറിംഗ് ആണ് എന്ന് നിഗമനത്തിലെത്തുന്ന ഒരാൾ ഒരിക്കലും ചരിത്രം പഠിച്ചിട്ടില്ലെന്നാണ് അർത്ഥം. ഇതാണ് അതിൻ്റെ മെസ്സേജായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പാസേജിൽ പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വാക്കുകളൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് ദിസ് പാസേജ്? എപ്പോഴും ചോദിക്കാൻ കൊള്ളാവുന്നൊരു ചോദ്യമാണിത്. ഈ പാസേജ് കൺവേ ചെയ്യുന്ന മെയിൻ ഐഡിയ എന്താണെന്ന് ചോദിക്കാം. സ്റ്റഡിങ് ഹിസ്റ്ററി ഹെൽപ്സ് അസ് ടു ലീവ് ഇൻ ടുഡേയ്സ് വേൾഡ്. ചരിത്രം പഠിക്കുന്നത് ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു. പോയിന്റ് നമ്പർ 1 നല്ലൊരു പോയിൻ്റാണ്. പക്ഷേ ബാക്കിയുള്ളത് വായിച്ച് നോക്കാതെ ഒരിക്കലും നമുക്കത് ശരിയാണോ എന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റഡിങ് ഹിസ്റ്ററി ഈസ് നോട്ട് ജസ്റ്റ് മെമ്മറൈസേഷൻ. ചരിത്രം പഠിക്കുക എന്നത് ഓർമ്മിച്ച് വെക്കുക എന്നുള്ളതല്ല, ഓർത്തെടുക്കുക എന്നുള്ളത് മാത്രമല്ല. ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ഡീൽ വിത്ത് റിയൽ ലൈഫ്. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ കുട്ടികളെ, സ്റ്റുഡൻസിനെ റിയൽ ലൈഫുമായിട്ട് ഡീൽ ചെയ്യാൻ പഠിപ്പിക്കണം. അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അവിടെ ചരിത്രത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞത്. ഈ പോയിന്റ് നമുക്ക് പാടെ ഒഴിവാക്കാം. പിന്നെ വന്നത് സ്റ്റുഡൻസ് ഷുഡ് സ്റ്റഡി ബോത്ത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഹിസ്റ്ററി. നമ്മുടെ വിദ്യാർത്ഥികൾ നാഷണൽ ഹിസ്റ്ററി മാത്രം പഠിച്ചാൽ പോരാ, ഇൻ്റർനാഷണൽ ഹിസ്റ്ററി പഠിക്കണം. അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ചരിത്രം പഠിക്കണം എന്നല്ലാതെ നാഷണൽ ഹിസ്റ്ററി, ഇൻ്റർനാഷണൽ ഹിസ്റ്ററിയെക്കുറിച്ച് വേർതിരിച്ചൊന്നും പറയുന്നില്ല. ഈ പോയിന്റ് ഒഴിവാക്കാം. ഈ 2 പോയിന്റുകളിൽ ഏതാണ് കറക്റ്റ്? മെമ്മറൈസേഷൻ എന്നുള്ള പോയിന്റ് വേണമെങ്കിൽ നമുക്ക് കളയാം. കറക്റ്റ് പറയുന്നത്, പാസേജ് പറയുന്നത് ചരിത്രം പഠിക്കുന്നത് ഇന്നത്തെ ലോകത്ത് നമുക്ക് ഉപയോഗപ്രദമാണ്. ചരിത്രത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും. ഇങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പം തന്നെ ആയിരിക്കും. ഇത് വലിയ പാടാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിനെ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. പലരും ചോദിക്കാറുണ്ട്, ഗ്രാമർ പഠിപ്പിക്കുന്നു, വൊക്കാബുലറി പഠിപ്പിക്കുന്നു, കോമ്പ്രിഹെൻഷൻ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു? കോമ്പ്രിഹെൻഷൻ ഒന്നുമില്ല. അത് ചെയ്ത് കഴിയുമ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത് ഇതൊന്നുമില്ലെന്ന്. ഇതെന്തോ വലിയ സംഭവമാണെന്നുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റുക. എനിക്കതാണ് പറയാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ തന്നെ ഉത്തരം പറയൂ. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻഫറൻസസ് മീൻസ്. ഒന്ന് തിരിച്ചു പോകുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമ്മൾ ആ പാസേജിലോട്ടൊന്ന് തിരിച്ചു പോയെന്നുള്ള വായിച്ചു നോക്കാം. ഞാൻ ആൾറെഡി പറഞ്ഞു, ഇൻഫറൻസസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഗ്രാഫല്ല, ആർട്ടിക്കിളല്ല, സർക്കംഫറൻസസും അല്ല, കൺക്ലൂഷൻസാണ്. നമുക്ക് ഇന്നത്തെ ലോകത്തിലേക്ക് കറണ്ട് സിറ്റുവേഷൻ്റെ കൺക്ലൂഷനിൽ എത്തിച്ചേരാമെന്നാണ് പറഞ്ഞത്. ഇൻഫറൻസസ്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഹിസ്റ്ററി വുഡ് ദ ഓതർ ഓഫ് ദിസ് പാസേജ് സപ്പോർട്ട്? എങ്ങനെ ചരിത്രം പഠിക്കണം? ഏത് മെത്തേഡാണ് ഈ പാസേജിൻ്റെ ഓതർ ചരിത്രം പഠിക്കുന്നതിൽ മുമ്പോട്ട് വെക്കുന്നത്? ഏത് മെത്തേഡാണ്? അപ്ലൈയിങ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ടു മോഡേൺ സൊസൈറ്റി, യൂസിങ് ഫ്ലാഷ് കാർഡ്സ് ടു റിമെമ്പർ സ്പെസിഫിക് ഫാക്ട്സ്, വീക്ക്ലി ക്വിസസ് ഓൺ ഡേറ്റ്സ് ആൻഡ് ഈവൻറ്റ്സ്, സ്റ്റുഡൻറ്റ് കോമ്പറ്റീഷൻസ് ഫോർ മോസ്റ്റ് ബുക്സ് മെമ്മറൈസ്ഡ്. ഇവിടെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇതെന്താണ്. ഇവിടെ ഫ്ലാഷ് കാർഡ്സിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഫ്ലാഷ് കാർഡ്സ് വെച്ചിട്ട് ചരിത്രം പഠിപ്പിക്കുന്ന രീതിയെക്കുറിച്ചോ ടീച്ചിങ് മെത്തേഡിനെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. പിന്നെ പറയുന്ന വീക്കിലി ക്വിസസിനെ കുറിച്ചോ ഡേറ്റ്സ് ആൻഡ് ഈവൻസിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഡേറ്റ്സ്, ഈവൻസ്, പ്ലേസസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, പക്ഷേ അത് പഠിത്തത്തിൻ്റെ മെത്തേഡ് ആക്കണമെന്ന് പറയുന്നില്ല. സ്റ്റുഡൻറ്റ് കോമ്പറ്റീഷൻസ് ഫോർ മോസ്റ്റ് ബുക്സ് മെമ്മറൈസ്ഡ്, അതും പറയുന്നില്ല. അതായത് വായിച്ച പുസ്തകങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നതിനെക്കുറിച്ചും പറയുന്നില്ല. ഇവിടെ കറക്റ്റ് ആൻസർ അപ്ലൈയിങ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ടു മോഡേൺ സൊസൈറ്റി. ചരിത്ര സംഭവങ്ങളെ ആധുനിക കാലഘട്ടങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാൻ പഠിക്കുക, അത് അപ്ലൈ ചെയ്യാൻ പഠിക്കുക. ഇന്നത്തെ കാലത്ത് അത് അപ്ലൈ ചെയ്ത് ജീവിക്കുക, അതാണ് പറയുന്നത്. 3 ചോദ്യങ്ങളാണ് പ്രീവിയസ് എക്സാമിന് ചോദിച്ചത്. അതിൽ ഒരെണ്ണം സിനോണിംസ് ആണ്, ബാക്കി 2 നമുക്ക് തന്നെ കണ്ടുപിടിച്ച് എഴുതാവുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കട്ടിയുള്ള പാസേജ് അല്ല. ഞാനീ പറയുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന LP UPയുടെ ഒരു പരീക്ഷ നടന്നിരുന്നല്ലോ, അതിനകത്ത് ചോദിച്ചതും വളരെ സിമ്പിളായിരുന്നു. വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്ത് നോക്കാം. ഞാൻ ആ ക്വസ്റ്റ്യൻ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു പാസേജ് കൂടെ പഠിപ്പിക്കാം. ഒറ്റ പാസേജ് കൊണ്ട് മാത്രം ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിച്ച് പോകുന്നില്ല. ഒരു പാസേജും കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡാണ്. ഇത് ഒരു ഡയറി കുറിപ്പാണ്, ഒരാളുടെ ഡയറി കുറിപ്പ്, അല്ലെങ്കിൽ അയാളുടെ പ്ലാൻസ് എഴുതി വച്ചിരിക്കുക. വി യൂഷ്വലി ഈറ്റ് ഹൗ ടു എൻജോയ് ദ എലഗൻറ്റ് റെസ്റ്റോറൻറ്റ്. എങ്ങനെയാണ് എലഗൻറ്റ് റെസ്റ്റോറൻറ്റ് എൻജോയ് ചെയ്യേണ്ടത് എന്നാണ് അതിൻ്റെ ഹെഡിങ്. ഒരാളുടെ കാഴ്ചപ്പാടിലാണ് ഈ പാസേജ് മുന്നോട്ട് പോകുന്നത്. വി യൂഷ്വലി ഈറ്റ് അറ്റ് ഹോം ഓർ ഇൻ എക്സ്പെൻസീവ് കോഫി ഷോപ്സ് ബിക്കോസ് വി കാണ്ട് അഫോർഡ് എലഗൻറ്റ് റെസ്റ്റോറൻറ്റ്സ്. നമ്മൾ പിന്നെ ഒന്നുകിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണം കഴിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എലഗൻറ്റ് റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് പിന്നെ അഫോർഡബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്.
ബട്ട് നെക്സ്റ്റ് വീക്ക് ഈസ് അവർ 10th വെഡിങ് ആനിവേഴ്സറി. പോയിൻ്റ് എല്ലാം നോക്കുക. അടുത്ത ആഴ്ച ഞങ്ങളുടെ 10th വെഡിങ് ആനിവേഴ്സറിയാണ്. ഐ ആം ഗോയിങ് ടു ടേക്ക് മൈ ഹസ്ബൻഡ് ടു ദ മോസ്റ്റ് റൊമാൻറ്റിക് പ്ലേസ് ഇൻ ടൗൺ. അപ്പം ഇവിടെ നറേറ്റർ ആരാന്ന് ചോദിച്ചാൽ, സ്പീക്കർ ആരാന്ന് ചോദിച്ചാൽ ഒരു ലേഡിയാണ്. അവർ പറയുന്നു, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ റൊമാൻറ്റിക് പ്ലേസിൽ കൊണ്ടുപോകാൻ പോകുന്നു ഫോർ ദി സ്പെഷ്യൽ ഇയർലി സെലിബ്രേഷൻ. കാരണം 10th വെഡിങ് ആനിവേഴ്സറിയാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്സ് ഈസ് ടു മേക്ക് റിസർവേഷൻസ്. ആദ്യം ചെയ്യേണ്ടത് അത് ബുക്ക് ചെയ്യണം, റിസർവേഷൻ ചെയ്യണം. 2, of course, and as part of these advanced plans, I may tell the restaurant to make up special anniversary cake. ആദ്യത്തെ സ്റ്റെപ്പ്, ഞങ്ങൾക്കൊരു കേക്ക് പ്ലാൻ ചെയ്യണം. അത് നേരത്തെ പറഞ്ഞാലേ ചെയ്യാൻ പറ്റൂ. ആസ് എ സർപ്രൈസ് ഫോർ ഹിം, അയാൾക്കൊരു സർപ്രൈസ് കൊടുക്കണം. ദാറ്റ് നൈറ്റ് വി വിൽ ഗെറ്റ് ഡ്രസ്ഡ് അപ്പ്. ഞങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ധരിക്കും, അറിയാലോ, സെലിബ്രേഷൻ മൂഡിലാവും. വെൻ വി അറൈവ് അറ്റ് ദ റെസ്റ്റോറൻറ്റ്, എ പാർക്കിംഗ് അറ്റൻഡൻറ്റ് ഈസ് ഗോയിങ് ടു ഓപ്പൺ ദ കാർ ഡോർസ് ഫോർ അസ് ആൻഡ് ദെൻ പാർക്ക് ദ കാർ. അവിടെ അത് പ്ലാൻ ചെയ്ത് വെക്കണം. ഞങ്ങൾ ചെന്നിറങ്ങുമ്പം ഞങ്ങളുടെ ഡോറ് തുറന്നു തരാനും ഞങ്ങളെ ഇറക്കാനും ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ അവിടെ ഒരാൾ കാണും, എപ്പോഴും അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ കാണും. അപ്പോൾ വലിയ റെസ്റ്റോറൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. തീർന്നില്ല. ഇൻസൈഡ് ദ ഹോസ്റ്റസ്, ദ വുമൺ ഇൻ ചാർജ് ഓഫ് ദ ഡൈനിങ് റൂം വിൽ ചെക്ക് ഓൺ അവർ റിസർവേഷൻസ് ആൻഡ് ദ ഹെഡ് ക്വാർട്ടർ വിൽ ഷോ അസ് ടു ടേബിൾ ആൻഡ് പുൾ ഔട്ട് മൈ ചെയർ ഫോർ മീ ടു സിറ്റ് ഡൗൺ. ഞങ്ങളെ നേരെ ലോഞ്ചിൽ കൊണ്ടുപോകുന്നു. അവിടെ നമ്മുടെ ചെയർ വലിച്ചിട്ട് തരുന്നു, നമ്മളെ അവിടെ ഇരുത്തുന്നു. അതിനൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. വി വാണ്ട് ഹാവ് എ കോക്ടെയിൽ. കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞങ്ങൾക്കൊരു കോക്ടെയിൽ വേണം, എ ബിഫോർ ഡിന്നർ ഡ്രിങ്ക്. കോക്ടെയിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ആഹാരത്തിന് മുമ്പ് കഴിക്കുന്ന ഡ്രിങ്കാണ്. ബട്ട് ഐ വിൽ ബി ഓർഡറിങ് എ ബോട്ടിൽ ഓഫ് വൈൻ ടു ഹാവ് വിത്ത് അവർ മീൽ. അത് ഞാൻ വൈനും മേടിക്കും. വി വിൽ പിക്ക് ഔട്ട് ആൻഡ് അപ്പിറ്റൈസർ. അപ്പിറ്റൈസർ എന്ന് പറഞ്ഞാൽ സ്മാൾ ഡിഷ് ടു സ്റ്റാർട്ട് വിത്ത് ആൻഡ് ആൻ എൻട്രി ദ മെയിൻ ഡിഷ്. അപ്പിറ്റൈസർ ആദ്യം കഴിക്കും, പിന്നെ എന്താണ് മെയിൻ ഡിഷ് കഴിക്കും. ഈറ്റ് ആൻ എലഗൻറ്റ് മീൽ ആൻഡ് ഹാവ് ദ കേക്ക് ഫോർ ഡെസർട്ട് വിത്ത് കോഫി. അവസാനം കേക്ക് പിന്നെ കോഫി. ദെൻ ദ വെയിറ്റർ ബ്രിങ്സ് മീ ദ ചെക്ക്. ഐ വിൽ പേ ഇറ്റ് വിത്ത് അവർ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ആഡ് എ ടിപ്പ് ഓഫ് 15% ആസ് എൻ എക്സ്ട്രാ പേയ്മെൻറ്റ് ഫോർ ഗുഡ് സർവീസ്. അതൊക്കെ ഒരു ടിപ്പും കൊടുക്കും. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് പരിചിതമായ കാര്യങ്ങളാണ്. കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അത് റെസിപ്പീസിൻ്റെ ഒക്കെ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ, ഒറ്റത്തവണ വായിച്ചപ്പോൾ ഇത്രയും ഐഡിയ കിട്ടിയെങ്കിൽ 2-3 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പൂർണ്ണമായ ഐഡിയ കിട്ടും. കാരണം അത്ര കട്ടിയുള്ളൊരു പാസേജ് അല്ലെന്ന് മാത്രമല്ല, ഇതൊരു ആളുടെ വ്യൂ പോയിന്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ പ്ലാനിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് എ ഡയറി, ഒരു പ്ലാനിംഗ് ആണ്. ഞാൻ ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ തന്നെ ആൻസർ പറയണം. തീർന്നില്ല. ഫൈനലി വി വിൽ താങ്ക് എവരി വൺ, ഗെറ്റ് അവർ കാർ ഫ്രം ദ പാർക്കിംഗ് അറ്റൻഡൻറ്റ് ആൻഡ് ടിപ്പ് ഹിം ആൻഡ് യു ഡ്രൈവ് ഹോം ടു കണ്ടിന്യൂ അവർ വെരി സ്പെഷ്യൽ റൊമാൻറ്റിക് ഈവനിങ്. കേട്ടോ? ചൂസ് ദ ബെസ്റ്റ് ആൻസർ. ദ റൈറ്റർ ഡസൻ ലൈക്ക് ടു ഈറ്റ് ഇൻ ദ റെസ്റ്റോറൻറ്റ് ബിക്കോസ്. ഇവിടെ പറയുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ ആ നറേറ്റർ റെസ്റ്റോറൻറ്റുകളിലും ഹോമുകളിലും ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതായത് എലഗൻറ്റ് റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. വൈ? വാട്ട് ഈസ് ദ റീസൺ? ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. She doesn't like to make reservations. She can't pay with cash. She doesn't like to wait too long. The correct answer is it is very expensive. ലക്ഷൂറിയസ് ആണ്, എക്സ്പെൻസീവ് ആണ്, അഫോർഡബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എലഗൻറ്റ് റെസ്റ്റോറൻറ്റ്സിൽ സാധാരണക്കാർക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തതെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ചോദ്യം. ദ റൈറ്റർ ടു സെലിബ്രേറ്റ് ഫോർ. എന്ത് സെലിബ്രേറ്റ് ചെയ്യാനാണ് അവർ പോകുന്നത്? ആൻസർ ഈസ് വിസിബിൾ. എല്ലാ തരത്തിലും നിങ്ങൾക്കറിയാം. വെഡ്ഡിങ് സെറമണി. വെഡ്ഡിങ് സെറമണി അല്ല, 10th വെഡ്ഡിങ് സെറമണി പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. 10th വെഡ്ഡിങ് ആനിവേഴ്സറി, നോട്ട് സെറമണി. 10th വെഡ്ഡിങ് ആനിവേഴ്സറി ഈസ് എ റൈറ്റ് ആൻസർ. വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് യു ക്യാൻ ഹാവ് ബിഫോർ ദ മെയിൻ ഡിഷ്? എന്ത് ഫുഡാണ് യു ക്യാൻ ഹാവ് ബിഫോർ ദ മെയിൻ ഡിഷ്? മെയിൻ ഡിഷ് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കഴിക്കുന്ന പറയുന്നത് കോക്ടെയിലിൻ്റെ പറയുന്നുണ്ട്. കോക്ടെയിൽ ഒരു ഫുഡല്ല, ഡ്രിങ്കാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് അപ്പിറ്റൈസറാണ്. അപ്പോൾ ഇതിനകത്ത് കോക്ടെയിലാണോ അപ്പിറ്റൈസറാണോ എൻട്രി ആണോ ഡെസർട്ടാണോ? എൻട്രി എന്ന് പറയുന്നത് മെയിനാണ്, വൈ ആണ്. എൻട്രി എന്ന് പറയുന്നത് മെയിനാണ്. ആൻസർ അപ്പിറ്റൈസർ. കോക്ടെയിൽ ഡ്രിങ്കാണ്. ചോദിക്കുന്നത് ഏത് ഫുഡാണ് മെയിൻ ഫുഡിന് മുമ്പ് കഴിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളുണ്ട്, ഞാൻ വിട്ടുപോയതാണ്. ഇഫ് ദ കോസ്റ്റ് ഓഫ് ഡിന്നർ ഈസ് 1000 baht, ഹൗ മച്ച് ഷുഡ് യു പേ? 1000 രൂപയാണ് ഒരു ഇൻഡയറക്റ്റ് ചോദ്യം. 1000 രൂപയാണ് നിങ്ങളുടെ മൊത്തം ചിലവെങ്കിൽ നിങ്ങൾ എത്ര രൂപ ചാർജ് ചെയ്യും? ടിപ്പ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. 1200 ഇതൊരു അനാവശ്യ ചോദ്യമാണ്. ഓക്കെ, ഒരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യന് ചോദിക്കേണ്ട ചോദ്യമല്ല, എങ്കിലും ഒരു അനാവശ്യ ചോദ്യം, കാരണം ടിപ്പ് കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് ഒരു കോംപ്രിഹെൻഷൻ നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രാക്ടീസാണ് ഈ കാര്യത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ തുണയ്ക്കുന്നത്. ഒരു 10
പാസേജുകൾ നിങ്ങൾ ചെയ്തിട്ട് പോയാൽ പിന്നെ നിങ്ങൾക്കൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. 3 മാർക്ക് 2 മാർക്ക് അതിനകത്ത് ചോദിക്കും. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനിയും കോംപ്രിഹെൻഷൻ പാസേജുമായിട്ട് ഞാൻ വരും. ഇത് യൂട്യൂബിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു ക്ലാസ്സാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഓരോ പ്രാക്ടീസ് ക്വസ്റ്റ്യനും ചെയ്യും തോറും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാവും. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചെയ്യുന്നതും നിങ്ങൾ സ്വയം മനസ്സിലാക്കി ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. എല്ലാവർക്കും ഒന്നും മനസ്സിലാവണമെന്നില്ല. നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം. ഓക്കെ, അധ്യാപകൻ പറയുന്നതിനും പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനും അപ്പുറത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നിങ്ങൾ GS പ്രദീപിൻ്റെ വാക്കെരിയുമ്പോൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? GS പ്രദീപ് എന്ന് പറയുന്ന ഗ്രാൻഡ് മാസ്റ്ററുടെ വാക്കെരിയുമ്പോൾ അതിനകത്ത് ചവക്കുഴി തോണ്ടിയ രഹസ്യം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് അദ്ദേഹം തുടങ്ങുന്നത് വലിയ സാഹിത്യപരമായിട്ടാണ്. അത് എഴുതി വച്ചിരിക്കുന്നത് അന്നത്തെ രാവിന് ടുലിസ് പുഷ്പങ്ങളുടെ ത്രസിപ്പിക്കുന്ന സൗന്ദര്യവും ശവന്നാറിപ്പൂക്കളുടെ മണവുമായിരുന്നു. പാതുവായി യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ഇരുണ്ട മേഘക്കീറുകൾ വീണ ആകാശത്തിന് കീഴെ അയാൾ നിന്നു. അയാളുടെ പേരാണ് ആന്ത്രിയോസ് വെസാലിയോസ്. ആരാണ് ആന്ത്രിയോസ് വെസാലിയോസ്? ഹ്യൂമൻ ബോഡി ഡിസെക്റ്റ് ചെയ്ത ബെൽജിയംകാരനായ ഡോക്ടർ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. മതപഠനത്തോടൊപ്പം ഗാലൻ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അനാട്ടമി കൂടി പഠിപ്പിക്കുമായിരുന്നു, ഹ്യൂമൻ ബോഡിയെക്കുറിച്ച്. അന്ന് ഹ്യൂമൻ ബോഡി ആരും ഡിസെക്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. സയൻസ് അത്ര അഡ്വാൻസ്ഡും അല്ല. മതവും കൂടെ ചേർത്ത് സയൻസ് പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പള്ളി യൂണിവേഴ്സിറ്റികളിൽ. അപ്പം പഠിപ്പിച്ചു, സ്ത്രീക്കും പുരുഷനും വാരിയലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് പഠിപ്പിച്ചു. കാര്യം ചോദിച്ചവൻ പറഞ്ഞു, ആദമിൻ്റെ വാരിയലെടുത്താണ് ഹവ്വയെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് ആണുങ്ങൾക്കൊരു വാരിയലിൽ കുറവാണെന്ന് പറഞ്ഞു. എണ്ണം പോലും കറക്റ്റ് അറിയാത്ത കാലത്താണ് പറയുന്നത് ഒരു വാരിയലിൽ ആണുങ്ങൾക്ക് കുറവാണെന്ന് പറഞ്ഞു. ആന്ത്രിയോസ് വെസാലിയോസിനെ ചോദ്യം ചെയ്തു. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും ശരിയെന്ന് വിശ്വസിക്കുന്നൊരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കാൻ നോക്കിയാൽ നടക്കില്ല. മനുഷ്യശരീരത്തിൻ്റെ ഹൃദയത്തിൽ ദ്വാരമുണ്ടെന്ന് പറഞ്ഞു പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു 112ഓളം തെറ്റുകൾ പറഞ്ഞു പഠിപ്പിച്ചു. എന്നാൽ എല്ലാം കേട്ട് അധ്യാപകൻ പറയുന്നതും പുസ്തകത്തിൽ എഴുതി വെക്കുന്നതും മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കാൻ ആന്ത്രിയോസ് വെസാലിയോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി തയ്യാറായില്ല. അയാളുടെ അന്വേഷണ ത്വര, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻക്വിസിറ്റീവ്നെസ് എന്ന് പറയും, അയാളെ കൊണ്ടൊരു പാതകം ചെയ്യിച്ചു. പാതുവായി യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള ഒരു സെമിത്തേരിയിൽ അയാൾ പോയിട്ട് പുതുതായിട്ട് കുഴിച്ചിട്ട് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ബോഡി അയാൾ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു, കത്തി ഉപയോഗിച്ച്. എന്നിട്ട് അയാൾ കണ്ടുപിടിച്ചു സ്ത്രീകൾക്കും പുരുഷനും വാരിയലിൻ്റെ എണ്ണം തുല്യമാണ്, 24 വാരിയലിലാണെന്ന് തോന്നുന്നു. മനുഷ്യരീരത്തിൻ്റെ ഹൃദയത്തിൽ ദ്വാരമില്ല. അങ്ങനെ 112 തെറ്റുകളാണ് അയാൾ ഒറ്റ രാത്രി കൊണ്ട് തിരുത്തിയത്, അവർ പഠിപ്പിച്ചത്. എന്നിട്ട് അയാൾ ആ ബോഡി കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചു. അയാളെ പഠിപ്പിച്ച അധ്യാപനം ഉൾപ്പെടെ കാണിച്ചിട്ട് അയാൾ തെറ്റ് തിരുത്തി. അവർ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുക മാത്രമല്ല, പള്ളിയിൽ കയറി അന്നത്തെ ഏറ്റവും വലിയ തെറ്റ്, ഒരു ഡെഡ് ബോഡി വികൃതമാക്കുക എന്ന് പറയുന്ന ക്രിയ ചെയ്ത ആന്ത്രിയോസ് വെസാലിയോസിനെ അവർ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അയാൾ അടുത്ത ദിവസം അടുത്ത യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം അയാൾ പുസ്തകങ്ങളിൽ എഴുതി. അയാൾ ഹ്യൂമൻ ബോഡി ഡിസെക്റ്റ് ചെയ്ത ഡോക്ടർ എന്നാണ് അയാളെ അറിയപ്പെടുന്നത്. അന്ന് അയാൾ ചെയ്തത് വലിയ തെറ്റാണെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ശരിയാണതെന്ന് ഓർക്കണം. ഇന്ന് പോസ്റ്റ്മോർട്ടം, ഇപ്പം ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് വന്ന് വീണാലും നിങ്ങളെല്ലാവരും കണ്ടതാണെങ്കിൽ പോലും, എൻ്റെ വീഡിയോ ആൾക്കാർ കണ്ടതാണെങ്കിൽ പോലും എൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത വീട്ടുകാർക്ക് വിടും. ഞാൻ ഏത് മതക്കാരനായാലും അവിടെ സംസ്കാരമോ മതമോ ഒന്നിനും ബാധിക്കുന്നില്ല. സയൻസ്, അതായത് കണ്ടെത്തുക, അന്വേഷിക്കുക, കണ്ടെത്തുക, അതായിരിക്കണം ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും നല്ല ലക്ഷണം. എവർഗ്രീൻ ലേണർ ആയിരിക്കണം നമ്മളെപ്പോഴും. നമ്മൾ അവസാനം വരെയും ഒരു എവർഗ്രീൻ ലേണർ ആയിരിക്കണം. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കാണും. എല്ലാം തികഞ്ഞു എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് ബൈബിളിൽ പറയുന്ന പോലെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ചെയ്യുക. ഒരുപാട് സംശയങ്ങൾ അപ്പോൾ വരും. ആ സംശയങ്ങൾ നിങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താനുള്ള പ്രാപ്തി ഉണ്ടാവുന്നത് വരെ നിങ്ങൾ ഈ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരിക്കുക. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ഫോർ യുവർ വണ്ടർഫുൾ കോപ്പറേഷൻ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. സി യു നെക്സ്റ്റ് ക്ലാസ്. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ.